ഹായ് ഹലോ അസ്സാം വലൈക്കും വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്നിപ്പോൾ ഞാൻ വന്നിട്ടുള്ളത് ബ്രെഡ് സാൻഡ്വിച്ച് ആയിട്ടാണ് കേട്ടോ. നല്ല ടേസ്റ്റി ആയിട്ട് തന്നെ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ചുകൊണ്ട് നമുക്ക് വീട്ടിൽ മക്കൾക്ക് പെട്ടെന്ന് തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സാൻഡ്വിച്ച് കൂടെയാണ് കേട്ടോ. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കിയതെന്ന് ഒന്ന് നോക്കാം. അപ്പോൾ തയ്യാറാക്കാൻ വേണ്ടി ആദ്യം തന്നെ നമുക്ക് ഇതിലോട്ടുള്ള ക്രീം തയ്യാറാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ കുറച്ച് പാലൊഴിച്ച് അതിലോട്ടൊരു അര സ്പൂണോളം മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ആവശ്യത്തിന് മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാരയും കൂടെ ഇട്ട് ഒരു ചീസും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ. അതിട്ട് നന്നായിട്ട് തന്നെ ഒന്ന് ഇളക്കി കുറുക്കി നല്ലൊരു ക്രീമാക്കി എടുത്തിട്ടുണ്ട്. നമ്മൾ ക്രീം അവിടെ മാറ്റി വെക്കാം. ഇനി നമുക്കതിലോട്ടുള്ള ഫില്ലിങ് തയ്യാറാക്കി എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാ ക്യാബേജ് ക്യാരറ്റൊക്കെ ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഫ്രൈ ചെയ്ത് പൊടിച്ചെടുത്താണ് കേട്ടോ. ഇനിയിപ്പോൾ ഫ്രൈ ചെയ്ത് പൊടിച്ചെടുക്കണമെന്നൊന്നുമില്ല, സാധാ വേവിച്ച് പൊടിച്ചെടുത്താലും മതി. ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു ഫ്രൈ ചെയ്തത്, അപ്പോൾ അതുകൊണ്ട് പൊടിച്ചെടുത്താണ് കേട്ടോ. ഇനിയിപ്പോൾ നമുക്ക് ഇതിലോട്ട് ഇനിയിപ്പോൾ കൂടുതൽ വെജിറ്റബിൾസ് നിങ്ങൾക്ക് ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്യാം കേട്ടോ. ഞാനിവിടെ 2 ഐറ്റം മാത്രമാണ് ആഡ് ചെയ്തിട്ടുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് നേരത്തെ തയ്യാറാക്കി എടുത്തിട്ടുള്ള ക്രീം ഉണ്ടല്ലോ, അത് ഇട്ട് കൊടുക്കാം. അപ്പോൾ വളരെ സിമ്പിൾ തന്നെയാണ് ഇത് കേട്ടോ ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ പച്ചക്കറിയൊക്കെ നമ്മളിതിൽ ചേർക്കുന്നത് കാരണം തന്നെ നല്ല ഹെൽത്തി കൂടെയാണ്. മക്കൾക്ക് ഇഷ്ടമില്ലാത്ത വെജിറ്റബിൾസും കൂടെ നമുക്ക് ഇതിലൂടെ കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരത് അറിയാണ്ട് തന്നെ അത് കഴിച്ചു പോകും കേട്ടോ. അത്രയും നല്ലൊരു ടേസ്റ്റിയാണ്, കാരണം മധുരമല്ലേ നമ്മൾ ക്രീമിന് വരുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ എത്ര വെജിറ്റബിൾസ് ഉണ്ടോ അത്രയും നിങ്ങൾക്ക് ഇതിൽ ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ. അത്രയും ഹെൽത്തി തന്നെയാണ്. ഞാനിവിടെ 2 ഐറ്റം മാത്രമാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ അതാ ഈ മധുരവും വെജിറ്റബിൾസും എല്ലാം കൂടെ ആയിട്ട് വരുമ്പോൾ മക്കൾ എന്തായാലും കഴിക്കും. കഴിക്കാതിരിക്കുന്ന പച്ചക്കറി പോലും ഞാൻ ഇതിൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരറിയാതെ കഴിച്ചു പോകും കേട്ടോ. അപ്പോൾ ഇതാ ബ്രെഡൊക്കെ 4 വശം കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതാ എല്ലാം ഫില്ലായിട്ടുണ്ട്. അതിനിപ്പോൾ നമുക്ക് എല്ലാ ബ്രെഡും ഒന്ന് വേവിച്ചെടുക്കണം കേട്ടോ. വേവിച്ചെടുക്കല്ല, ഒന്ന് ചൂടാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിന് മുന്നായിട്ട് ഞാൻ കുറച്ച് നെയ്യാണ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കതിൻ്റെ മുകളിലോട്ടിട്ട് ഇങ്ങനെ ചൂടാക്കി എടുക്കാം. അപ്പോൾ നല്ലൊരു ക്രിസ്പി ആയി വരും കേട്ടോ ഇതിൻ്റെ പുറം ഭാഗം. അപ്പോൾ ഇതാ കണ്ടില്ലേ, ഞാനത് മറിച്ചിട്ട് കൊടുത്തതാണത് കേട്ടോ. അപ്പോൾ വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കിയെടുക്കാൻ. അതുപോലെ തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് വെച്ചുകൊണ്ട് നല്ലൊരു സാൻഡ്വിച്ച് നമ്മൾ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് നല്ല ഇഷ്ടമാവും ചെയ്യും. അതുപോലെ തന്നെ വെജിറ്റബിൾസൊക്കെ കഴിക്കാത്ത മക്കളാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അവരെന്തായാലും കഴിക്കും കേട്ടോ. അപ്പോൾ അത് ആ പുറം ഭാഗം നല്ലൊരു ക്രിസ്പി ആയി വന്നിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കിതിങ്ങനെ കഴിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വരിക. അപ്പോൾ വളരെ സിമ്പിളായിട്ട് തന്നെ ഞാനത് ഉണ്ടാക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ കണ്ടിട്ട് ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ മറക്കാതെ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.